സിയം വലിയുല്ലാഹി പറഞ്ഞു, ഇവിടെയോ? ഇതാ ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, അവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ. മഹാന്മാരെങ്ങനെ എണ്ണി പറയണം. അവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ കെട്ടിപ്പൊക്കണം, ഇവിടെ ഒരു ഉയർന്ന രൂപത്തിലാവണം. ഒക്കെ മൂപ്പരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരെ അറിവിലും ഇവരെ വാപ്പാരെ അറിവിലും അവിടെ ഒരു കോഴിക്കുട്ടിയെ പോലും മറവ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ മഹാൻ ഇവിടെ മഹാൻ തന്നെ ആരെങ്കിലും സ്വീകരിക്കും? അന്ന് രാത്രി അവിടുന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഭാഗം ഇവർ മാന്തി നോക്കി. ആ നാട്ടുകാരെ അനുഭവിച്ച നാട്ടുകാരായി പറയണത്. മാന്തി നോക്കി. മഹാനായ ഷെയ്ഖ് സിയം വലിയുല്ലാഹി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ്വസ്ഥലങ്ങളിലും സിയം വലിയുല്ലാഹിയുടെ കറാമത്ത്. ഞാന് കർണാടകയിലെ പുത്തൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പുത്തൂരിൽ ഒരു ഉറൂസിന് ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഉറൂസിന് ചെന്നപ്പോ അവിടെ ഒരു മൈതാനി നിറയെ മഖ്ബറയാണ്. ഒരു മൈതാനി നിറയെ മഖ്ബറ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്ര കൂടുതൽ മഖ്ബറ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല. മഖ്ബറ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ തന്നെയാണ്, പക്ഷെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഒന്നും അറിയാതെ പിന്നെ നിങ്ങൾ മഖ്ബറ കെട്ടിപ്പൊക്കിയത് എങ്ങനെ? സിയം വലിയുല്ലാഹി ഇവിടെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. സിയം വലിയുല്ലാഹി ഇടയ്ക്ക് വന്ന് സിയാറത്ത് ചെയ്യും. ഞങ്ങൾ ആരൊന്നും മെയിൻ്റെ ചെയ്യലില്ല. പക്ഷെ ഒരു പ്രാവശ്യം വന്നപ്പോൾ വലിയൊരു ദാടി വെച്ച് തലപ്പാവൊക്കെ ധരിച്ച വലിയൊരു ഉസ്താദ് കൂടെയുണ്ട്. ഉസ്താദ് കൂടെ ഉണ്ടായപ്പോൾ സിയം വലിയുല്ലാഹിയെ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാതെ വന്നു. കൂടെയുള്ള ഉസ്താദ് കണ്ടാൽ ഒരു മതിപ്പുള്ള ഉസ്താദ് ആയതുകൊണ്ട് ആ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടെ ഈ മനുഷ്യൻ വന്ന് ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യാറുണ്ട്, ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, ഇപ്പോഴതാ നിങ്ങളും കൂടി സിയാറത്ത് ചെയ്യാൻ വന്നിരിക്കുന്നു, ഇവിടെ ആരാ ഉള്ളത്? ഈ മൈതാനിയിൽ ഒരു കോഴിക്കുട്ടിനെ പോലും മറവ് ചെയ്തതായി ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പോ വന്ന ഉസ്താദ് പറഞ്ഞു, ആരാണെന്ന് എനിക്കറിയില്ല, ഇത് സിയം വലിയുല്ലാഹിയാണ്. സിയം വലിയുല്ലാഹി എന്നിവർ കേട്ടിട്ടുണ്ട്. ഇവര് സിയാറത്ത് ചെയ്യുമ്പോൾ ഞാനും സിയാറത്ത് ചെയ്യുന്നു എന്നല്ലാതെ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. സിയം വലിയുല്ലാഹി എന്ന് കേട്ടപ്പോൾ ആളുകളൊക്കെ കൂടി സിയം വലിയുല്ലാഹിയോട് ചോദിച്ചു, ഇവിടെ ആരാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ഇടക്കിടക്ക് ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്, ഇവിടെ ആരാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സിയം വലിയുല്ലാഹി പറഞ്ഞു, ഇവിടെയോ? ഇതാ ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, അവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ, ഇവിടെ ഒരു മഹാൻ. മഹാന്മാരെങ്ങനെ എണ്ണി പറയണം. അവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ മഖ്ബറ ഉണ്ടാക്കണം, ഇവിടെ കെട്ടിപ്പൊക്കണം, ഇവിടെ ഒരു ഉയർന്ന രൂപത്തിലാവണം. ഒക്കെ മൂപ്പരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരെ അറിവിലും ഇവരെ വാപ്പാരെ അറിവിലും അവിടെ ഒരു കോഴിക്കുട്ടിയെ പോലും മറവ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ മഹാൻ ഇവിടെ മഹാൻ തന്നെ ആരെങ്കിലും സ്വീകരിക്കും? അന്ന് രാത്രി അവിടുന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഭാഗം ഇവർ മാന്തി നോക്കി. ആ നാട്ടുകാരെ അനുഭവിച്ച നാട്ടുകാരായി പറയണത്. മാന്തി നോക്കി. വെള്ള വസ്ത്രധാരിയായ, കഫം തുണക്ക് പോലും യാതൊരു കുഴപ്പവും സംഭവിക്കാതെ നല്ല വാസനയുള്ള ഒരു ജനാസ ഞങ്ങൾ കാണുകയാണ്. പിന്നെ ഞങ്ങൾ നോക്കിയില്ല. ഷെയ്ഖുന പറഞ്ഞ ഇടത്തെല്ലാം ഞങ്ങൾ മഖ്ബറ കെട്ടിപ്പൊക്കി. എന്നിട്ടോ അതിന്റെ ഉദ്ഘാടനത്തിന് ഷെയ്ഖുന തന്നെ ക്ഷണിക്കപ്പെട്ടു. ഷെയ്ഖുന വന്നു. ഷെയ്ഖുന വന്ന് തക്ബീർ ചൊല്ലി സ്റ്റേജിലേക്ക് ഇങ്ങനെ ആനയിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആ സ്റ്റേജ് കെട്ടിയ സ്ഥലമല്ലേ, അവിടെ മഹാനുണ്ട്, ആ സ്റ്റേജ് ഉടനെ പൊളിക്കണം, സ്റ്റേജ് ഉടനെ പൊളിക്കണം, അവിടെ മഹാനുണ്ട്, അവിടെ മഖ്ബറ കെട്ടിപ്പൊക്കണം. അങ്ങനെ സ്റ്റേജ് പൊളിച്ചു. സാധാരണ നിലയിൽ വന്ന് അവിടുന്ന് ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് തിരിച്ചുപോയി. ഷെയ്ഖുന ഹയാത്താക്കിയ മഖ്ബറയാണ്. ഉറൂസിനൊരു പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ ജീവിച്ചിരിക്കുന്ന കാലത്തും ഒട്ടനവധി കറാമത്തുകൾ, ഔലിയാക്കളുടെ മഹത്വങ്ങൾ എണ്ണി 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 പറയുന്നു. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞൊരു 10,000 ഒന്നുമല്ല ഞാൻ കേട്ടിട്ടുണ്ടാവുക. 10,000 കണക്കൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട തന്നെ.